കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരായ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് സംസ്ഥാന സർക്കാരിന്റെ വിജയം. സാമ്പത്തിക ഫെഡറലിസത്തെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ അംഗീകരിക്കുന്നതാണ് സുപ്രീം കോടതി തീരുമാനം. രാജ്യത്തെ അതിസുപ്രധാനമായ ഭരണഘടനാ പരിശോധനയ്ക്കാണ് ഹർജി വഴിവെക്കുക. കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയിൽ നിയന്ത്രണങ്ങൾ വരുത്തുന്നത്. ഇതിനെതിരായാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 145(3) പ്രകാരം 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് സുപ്രീം കോടതി വിട്ടത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ നിരന്തര ആവശ്യങ്ങൾ കൂടിയാണ് സുപ്രീം കോടതി പരിശോധിക്കാൻ തയ്യാറാകുന്നത്. ഇതിലൂടെ മറ്റൊരു രാഷ്ട്രീയ നിയമപോരാട്ടത്തിന് കൂടിയാണ് കേരളം രാജ്യത്ത് വഴി തുറക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടിന് ശേഷം മറ്റൊരു രാഷ്ട്രീയ വിജയം കൂടിയാണ് CPIM ഇതിലൂടെ നേടുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ കടമെടുക്കുന്നതും പബ്ലിക് അക്കൗണ്ടുകളിൽ വഴി ഉണ്ടാകുന്ന ബാധ്യതകളും കടമെടുപ്പ് പരിധിയിൽ വരുമോ എന്നത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 ഇതുവരെ സുപ്രീം കോടതിയുടെ ആധികാരിക നിയമപരിശോധനകൾക്ക് വിധേയമായിട്ടില്ല. ഇതുകൂടി പരിഗണിച്ചാണ് വിഷയം ഭരണഘടനാ ബെഞ്ചിന് സുപ്രീം കോടതി വിട്ടത്. സർക്കാരിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നും കടമെടുക്കുന്നതിന് ഭരണഘടനയുടെ 293 വകുപ്പ് സംസ്ഥാനങ്ങൾക്ക് അവകാശം നൽകുന്നുണ്ടോ എന്നതും സുപ്രീം കോടതി പരിശോധിക്കും. കേന്ദ്രത്തിന് ഇത് എത്രത്തോളം നിയന്ത്രിക്കാനാകും എന്നതാണ് മറ്റൊരു നിയമപ്രശ്നം. കേരളം സുപ്രീം കോടതിയിൽ നൽകിയ പരാതി പിൻവലിച്ചാൽ പണം തരാമെന്ന നിലപാടിലായിരുന്നു കേന്ദ്രം. ഈ പിടിവാശിയെ നഖശികാന്തം എതിർക്കുകയായിരുന്നു സുപ്രീം കോടതി. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന് മുട്ടുമടക്കേണ്ടി വന്നതും കേരളത്തിന്റെ വിജയമാണ്. കേരളം ഉന്നയിച്ച വാദങ്ങൾ കൃത്യമായിരുന്നു എന്നാണ് ഭരണഘടനാ ബെഞ്ചിലേക്ക് കേസ് വിട്ടതിലൂടെ തെളിയുന്നതും. ഹർജി ഭരണഘടനാ ബെഞ്ചിലേക്ക് എത്തുന്നതോടെ കേരളത്തിന്റെ വാദങ്ങൾക്ക് പുതിയ മാനങ്ങളാണ് കൈവരുന്നത്. രാജ്യത്തെ സാമ്പത്തിക ഫെഡറലിസത്തെ സംബന്ധിച്ച നിർണായകമായ കേസായി കേരളത്തിന്റെ വാദങ്ങൾ മാറുമെന്ന് ഇതോടെ ഉറപ്പായി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.